2001 ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിൻ്റെ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് നവ്യ നായർ ചലച്ചിത്ര അരങ്ങേറ്റം നടത്തുന്നത്. ഈ സിനിമയിലെ അഞ്ജന എന്ന നായിക വേഷം ലഭിക്കുമ്പോൾ അവർ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. അതിനുശേഷം മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ, പാണ്ടിപ്പട, ഗ്രാമഫോൺ, പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ ദിലീപിൻ്റെ ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചു. നന്ദനത്തിലെ ബാലാമണിയായി നവ്യ സ്ക്രീനിൽ ജീവിക്കുക തന്നെയായിരുന്നു. ഈ സിനിമയിലെ നവ്യയുടെ പ്രകടനം ജനഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിച്ചു. പ്രാരാബ്ധം നിറഞ്ഞ വലിയ വീട്ടിലെ വേലക്കാരിയുടെ പ്രകടനത്തിന് 2002 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും അവർ കരസ്ഥമാക്കി. സൈറ, കണ്ണേ മടങ്ങുക എന്നീ കലാമൂല്യമുള്ള ചിത്രങ്ങളിലും നവ്യ തൻ്റെ പ്രതിഭ തെളിയിച്ചു. സൈറ 2007 കാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു. ഈ 2 ചിത്രങ്ങളിലെ അവരുടെ അഭിനയ മികവിന് വീണ്ടും നവ്യയെ സംസ്ഥാന അവാർഡിന് അർഹയാക്കി. അഴകിയ തീയെ എന്ന ചിത്രത്തിലൂടെയാണ് നവ്യയുടെ തമിഴ് സിനിമയിലെ അരങ്ങേറ്റം. 2009 പൂർത്തിയായ ആടും കൂത്ത് മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടി. ഇതിൽ നവ്യ നായർ അവതരിപ്പിച്ച മണിമേഖല എന്ന കഥാപാത്രം അഭിനയത്തിൻ്റെ ഉജ്ജ്വലമായ സാധ്യതകൾ നവ്യ പുറത്തെടുത്തു. ഇതേ സമയം നവ്യ കന്നഡ സിനിമ ഗജയിലും അരങ്ങേറ്റം കുറിച്ചു. യജമാനരു, ബോസ് തുടങ്ങിയ ചിത്രങ്ങൾ കന്നഡയിൽ ഹിറ്റായി ഓടി. ഇതിനിടയിൽ നവ്യ വിവാഹ ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുകയും സിനിമയിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങുകയും ചെയ്തു. പിന്നീട് 2012 സീൻ 1 നമ്മുടെ വീട് എന്ന ചിത്രത്തിലൂടെ അവർ തൻ്റെ തട്ടകമായ സിനിമയിലേക്ക് മടങ്ങിയെത്തി. പിന്നീട് മലയാളം ത്രില്ലർ ദൃശ്യം സിനിമയുടെ കന്നഡ റീമേക്കായ ദൃശ്യ ചെയ്തു. ബാല്യകാലം മുതൽ നൃത്തം പഠിക്കുന്ന നവ്യ 2001 ആലപ്പുഴ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു. നവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ മാതങ്കി എന്ന നൃത്തവിദ്യാലയം കൊച്ചിയിൽ തുടങ്ങി. ചെറുപ്പം മുതൽ നൃത്തം ഹരമായ നവ്യ ഒരുപാട് നൃത്തകലാകാരികളെ വാർത്തെടുക്കുന്ന സ്ഥാപനമായി മാതങ്കി നല്ല രീതിയിൽ നടത്തിപ്പോരുന്നു. ഏറ്റവും അവസാനം ഒരുത്തി എന്ന ചിത്രത്തിലൂടെ മടങ്ങിയെത്തി മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇനിയും നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ നവ്യയ്ക്ക് സാധിക്കട്ടെ എന്ന് GPS മീഡിയ ആശംസിക്കുന്നു.